എല്ലാവർക്കും വീഡിയോസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചില്ലി സോയയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ചില്ലി സോയ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചില്ലി സോയ തയ്യാറാക്കാൻ വേണ്ടി ആദ്യമേ നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് മൈദമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ലൊരു ക്രിസ്മസിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോയ ചേർത്ത് കൊടുക്കാം. സോയ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കുരുമുളക് പൊടി പുരട്ടി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്റർ തയ്യാറാക്കാൻ കൊടുത്ത് കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പം നമുക്കിനി ഈ ബാറ്ററിലേക്ക് സോയ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സോയ നന്നായിട്ട് മാവിലേക്ക് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മാവൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ സോയ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോയ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ കോൺഫ്ലോർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെയാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സോയയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ട് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല, നമുക്ക് കുറച്ച് പരിപാടി കൂടെ ബാക്കിയുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ സോയ വറുത്ത് വെച്ചിരുന്ന അതേ എണ്ണ തന്നെ ഞാൻ യൂസ് ചെയ്യാണ് ഇവിടെ. അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വഴറ്റ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബിഗ് സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള വഴറ്റിന് കൂടി തന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ചില്ലി സോയയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള 2 സവാള ഞാൻ ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ക്യാപ്സിക്കം ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന മേലെ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് വഴന്ന് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുന്ന മേലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാപ്സിക്കും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്തിടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച്. നമ്മൾ കണ്ടില്ലേ ചില്ലി ഗോബി എന്നൊക്കെ പറയുമ്പോൾ, ചില്ലി സോയ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ല, ജസ്റ്റ് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എൻ്റെ ഗ്രേവി ഇങ്ങനെ പെരണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഗ്രേവിയും തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. കോൺഫ്ലോർ കൂടി ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിക്കായിട്ട് വരും, നന്നായിട്ട് കുറുകി ഇങ്ങനെ നല്ല തിക്കായിട്ട് വരും. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. അടുത്തായിട്ട് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സോയ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ ചില്ലി സോയ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സോയ എല്ലാം നന്നായിട്ട് ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി സോയ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനൊരു കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്വീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായിട്ട് നമ്മുടെ ചില്ലി സോയ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.